ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ഒരു എക്സാമ്പിൾ നോക്കിയായിരുന്നു. എങ്കിലും ഈ ഫോട്ടോസ്റ്റാറ്റിലൂടെ ഞാൻ ഓടിച്ചത് ഒന്നുകൂടെ ഒന്ന് പറയുവാണ്. ഇന്നലെ കുറച്ച് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കാണാൻ പറ്റാതെ പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയുവാണ് കേട്ടോ. സോ എ റേസ് ടു ഐ സ്ക്വയർ ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഇസ് നോട്ട് റെഗുലർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാംഗ്വേജ്. ഓക്കെ, എ റേസ് ടു ഐ സ്ക്വയർ. അപ്പോൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ലാംഗ്വേജാണ് ഇതെല്ലാം. എ റേസ് ടു ഐ, അതുപോലെ എ റേസ് ടു എൻ ഇൻറ്റു എൻ, ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഫോർമാറ്റിൽ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മളിത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഓവറോൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇങ്ങനൊരു ലാംഗ്വേജ് നിങ്ങൾക്ക് തരും. ഓക്കെ, നൗ വി നീഡ് ടു റാൻഡംലി ടേക്ക് വൺ സ്ട്രിങ് ഫ്രം ദിസ് ലാംഗ്വേജ്. അതായത് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ ഞാൻ ഈ ലാംഗ്വേജിൽ നിന്ന് എടുക്കണം, സെലക്ട് ചെയ്യണം ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിന്. ഓക്കെ, എന്നിട്ട് ആ സ്ട്രിങ് വെച്ചിട്ട് ഞാൻ ഡബ്ല്യു ഡാഷ് കണ്ടുപിടിക്കും. അപ്പോൾ ഡബ്ല്യു നമ്മൾ ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് എടുക്കും, എന്നിട്ട് അത് വെച്ച് ഞാൻ ഡബ്ല്യു ഡാഷ് കണ്ടുപിടിക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് ഡബ്ല്യു ഡാഷ് ഓൾസോ ഷുഡ് ബിലോങ് ടു ദിസ് ലാംഗ്വേജ്. ആ നമുക്ക് പുതുതായിട്ട് കിട്ടുന്ന ആ ഡബ്ല്യു ഡാഷും ഈ ലാംഗ്വേജിലേക്ക് ബിലോങ് ചെയ്തിരിക്കണം, എങ്കിലാണ് അത് റെഗുലർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്ക് ഇന്നലെ ചെയ്തപ്പോൾ മനസ്സിലായി എന്താണ്, ഇതിൽ നിന്ന് ഒരു ഡബ്ല്യു ഞാൻ സെലക്ട് ചെയ്തു, പക്ഷേ അത് വെച്ച് ഞാനൊരു ഡബ്ല്യു ഡാഷ് കണ്ടു കഴിഞ്ഞപ്പോൾ ദാറ്റ് ഡബ്ല്യു ഡാഷ് ഇസ് നോട്ട് ബിലോങ്ങിങ് ടു ദിസ് എൽ. ഈ എല്ലിൽ വരുന്ന ഒരു ഡബ്ല്യു ഡാഷ് അല്ല അത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതെന്താണ്, അത് റെഗുലർ അല്ല എന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്രൂവിലേക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ കണ്ടോ, ഈ എല്ലാ പമ്പിംഗ് ലെമ്മയുടെ റെഗുലർ നോൺ റെഗുലാരിറ്റി പ്രൂവ് ചെയ്യുമ്പോഴും നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. സെയിം സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രൊസീജിയർ സെയിം ആയിരിക്കും. ഓരോ സ്റ്റെപ്പിൽ വരുന്ന ഇൻപുട്ടുകളുടെ വ്യത്യാസം അനുസരിച്ച് മൈനർ ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഓക്കെ, നൗ വാട്ട് ഇസ് സ്റ്റെപ്പ് 1? അസ്യൂം ദാറ്റ് എൽ ഇസ് എ റെഗുലർ ആൻഡ് ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ല്, നമുക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജ് എല്ല് റെഗുലർ ആണെന്ന് നമ്മൾ ആദ്യം ചുമ്മാ അങ്ങ് പറയുവാണ്. വി ആർ അസ്യൂമിങ് ലൈക്ക് അവർ എൽ ഇസ് റെഗുലർ. അപ്പോൾ റെഗുലർ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ലാംഗ്വേജ് റെഗുലർ ആണ് എങ്കിൽ എന്തായാലും അതിന് എന്ത് എക്സിസ്റ്റിംഗ് ആണ്, ദർ ഇസ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഫോർ ദാറ്റ് ലാംഗ്വേജ്. അത് നമ്മൾ പണ്ടേ പഠിച്ചേക്കുന്ന കാര്യമാണ്. ഇഫ് എ ലാംഗ്വേജ് ഇസ് റെഗുലർ ദെൻ ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഫോർ ദാറ്റ് ലാംഗ്വേജ്. ദർ ഇസ് എ ഫൈനൈറ്റ് മെഷീൻ ഫോർ ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് ആ മെഷീൻ്റെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് n ആണെന്ന് പറയാം, സ്മോൾ ലെറ്റർ n. I am saying that if L is regular, in the sense if എന്നല്ല, that I am assuming that the language L is regular and I am having a finite automata with n number of states. n number of states ഉള്ള ഒരു ഓട്ടോമേറ്റ എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, ദി സ്മോൾ ലെറ്റർ n മീൻസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ നമ്മൾ ഒരു സ്ട്രിങ് അങ്ങ് എടുക്കുവാണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ലാംഗ്വേജ്. എൽ ഇസ് ഈക്വൽ ടു എ റേസ് ടു ഐ സ്ക്വയർ. ഇതാണ് നമ്മുടെ ലാംഗ്വേജ്. ഇതിൽ ഈ ഐക്ക് ഞാനൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് ഐ? ഐ ക്യാൻ ബി എനി വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഐക്ക് 1 മുതൽ എന്ത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങളിത് 3 പ്രൂവ് ചെയ്യണ്ട, ഇത് ഫസ്റ്റത്തെ മാത്രം എടുത്താൽ മതി. ഇത് രണ്ടും അങ്ങനെ വന്നാലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഐക്ക് 1 മുതൽ ഗ്രേറ്റർ ആയിട്ടുള്ള എന്ത് വാല്യൂ എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യുവാണ്, നമുക്ക് വേണമെങ്കിൽ 1, 2, 3 എന്നൊക്കെ എടുക്കാം, അല്ലേ? ഐയുടെ വാല്യൂ 1, 2, 3 എന്നൊക്കെ എടുക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ക്വസ്റ്റ്യൻ നീഡ് ടു ബി പ്രൂവ്ഡ് ഇൻ എ ജനറൽ പാറ്റേൺ. അത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയിൽ അത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ല, നമുക്ക് വാല്യുവേഷൻ്റെ ആൻസർ കീമിൽ അത് പറയുന്നുണ്ട്. എപ്പോഴും ഇത് പ്രൂവ് ചെയ്യുമ്പോൾ ജനറലായിട്ട് പ്രൂവ് ചെയ്യണം, ഓരോ നമ്പർ ഇട്ട് പ്രൂവ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ടേക്ക് എ വാല്യൂ ലൈക്ക് 1, 2, 3, 4 ഇല്ല, ഏതെങ്കിലും നമ്പർ ഇട്ട് പ്രൂവ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ പ്രൂവ് ചെയ്താൽ ഫുൾ മാർക്ക് തരില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 1, 2, 3 എന്നൊക്കെ പറയുന്നതിന് പകരം ഇതിനെ ജനറലായിട്ട് നമ്മൾ വിളിക്കുന്നത് എന്താ, n എന്നല്ലേ, നമ്പർ എന്ന് കാണിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ 1, 2, 3 ഒന്നും ഇടാതെ ഈ ഐക്ക് ഞാൻ എന്ത് ചെയ്യും, ഒരു സ്മോൾ ലെറ്റർ n എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഐ എം ഗിവിങ് എ വാല്യൂ ലൈക്ക് n ഫോർ ഐ. കാരണം ജനറലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ n ഇടുന്നത്. ഓക്കെ, ഒരു സാധാരണ നമ്പർ ഇട്ടാൽ നമുക്ക് ഇതിൽ എളുപ്പമായിട്ട് ആൻസർ കിട്ടും, പക്ഷേ n ഇട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാനിവിടെ n ഇട്ടേക്കുന്നത്. ഓക്കെ, സോ ഡബ്ല്യു, ഐ എം ടേക്കിംഗ് വൺ സ്ട്രിങ്. ഓക്കെ, ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താ, ഒരു സ്ട്രിങ്. ഞാനൊരു സ്ട്രിങ് എടുക്കുവാണ് ഡബ്ല്യു. ആ ഡബ്ല്യു ഏതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, എ റേസ് ടു n സ്ക്വയർ, ബിക്കോസ് ഐ എം ഗിവിങ് എ വാല്യൂ n ഫോർ ഐ.
ഐക്ക് ഞാൻ n എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ട് an² എന്ന് പറഞ്ഞൊരു w ഞാൻ എടുത്തു. ഓക്കെ, നൗ സി w is equal to an². Then what about mod w? mod w means length of the w. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിങ് എടുക്കുവാണ്, w is equal to a. w is equal to a എന്നിട്ട് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദിസ് w? 2 അല്ലേ? നമുക്ക് എളുപ്പമാണ് പറയാൻ. അങ്ങനെയാണെങ്കിൽ w is equal to a raised to n². a raised to n². Supposing I am giving a string like a raised to 3². a raised to 3². ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര a ഉണ്ടെന്ന് അർത്ഥം? a raised to 3² means a raised to 3 into 3 9 അല്ലേ? അപ്പോൾ 9 a ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം അല്ലേ? സോ എപ്പോഴും നമുക്ക് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കിട്ടാൻ എന്തെടുത്താൽ മതി? ഈ പവറിൽ കാണിച്ചിരിക്കുന്ന കാര്യം അതേപടി എടുത്താൽ നമുക്ക് ഡബ്ല്യൂയുടെ ലെങ്ത്ത് കിട്ടുമല്ലോ, കിട്ടും. സോ അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. w is equal to a raised to n². then mod w is equal to what? n². ഈ എയുടെ റേസ് ടു ഇട്ടേക്കുന്ന സംഭവമായിരിക്കും അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. സോ mod w is equal to n². ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ എഴുതി. Now then we can divide the w into x, y, z. നമുക്കറിയാം in the case of pumping lemma we need to divide the string into 3 parts. അതൊക്കെ ഇതിൻ്റെ റൂളാണ്, നമ്മൾ ഓൾറെഡി നോക്കിയിരിക്കുന്നതാണ് അല്ലേ? സോ we need to divide into x, y and z. Okay, so I am dividing the input w is into 3 parts, that is x part, y part and z part. ഇനി ഈ രണ്ട് കാര്യം മിസ് പറഞ്ഞിരിക്കുന്നത് അത് എപ്പോഴും ഓർക്കുക. എപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. The division should be in such a way that y not equal to epsilon. The y part should not be epsilon or y part should not be null. y എന്ന് പറയുന്ന ഭാഗം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരരുത്. അവിടെ എന്തെങ്കിലും ഒരു ഡിവിഷൻ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. സിമിലർലി മോഡ് എക്സ് വൈ, ദ ലെങ്ത് ഓഫ് എക്സ് ആൻഡ് വൈ മോഡ്, അതിൻ്റെ രണ്ട് എക്സ് പാർട്ടും വൈ പാർട്ടും കൂടെ കൂട്ടുമ്പോൾ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ലെങ്ത്ത് കൂട്ടുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ദിസ് n മീൻസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ, ആ n ആണ് ഇത്, ഈ n ഇവിടെ ഉദ്ദേശിക്കുന്ന n. സോ മോഡ് എക്സ് വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പ് 2 പറയുന്നത്. സോ ഐ വിൽ റിപ്പീറ്റ് ദ സ്റ്റെപ്പ് 2 വൺസ് അഗെയിൻ. ഇൻ ദ സ്റ്റെപ്പ് 2 ഇനീഷ്യലി ഐ വിൽ ടേക്ക് വൺ സ്ട്രിങ് from our language L. So W, I am calling it as W. W is equal to a raised to n². From where we are getting this a raised to n²? We know that in the language it is given as L is equal to a raised to i². So I am substituting a value. I am substituting a general value for I. Okay. So I am substituting a general value for I. So I will get a raised to n². Clear? ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് ടു ടേക്ക് ദ ലെങ്ത്ത്. ഈ തിയറത്തിൻ്റെ ഒക്കെ പ്രത്യേകത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ പ്രത്യേകത ഇതൊക്കെ ഒരു പരിധി വരെ ലെങ്ത്ത് വെച്ചാൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കിവിടെ ഒരു സ്പെസിഫിക് വാല്യൂ ഇല്ല നമ്മുടെ കയ്യിൽ, ഇല്ലേ? നമ്മൾ n എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് എപ്പോഴും അതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് ദ ലെങ്ത്ത് ഓഫ് ദ string. So w is equal to a raised to n². Then mod w is equal to what? n². Okay. Now w can be divided into what? 3 parts: x part, y part and z part. So y part should not be equal to epsilon and xy part should be less than or equal to n. n means the number of states of our automata. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ L റെഗുലർ ആണെന്നും പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ L റെഗുലർ ആണെന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് പറയാം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഫൈനറ്റ് ഓട്ടോമേറ്റ ഉണ്ട്, Lനെ അക്സെപ്റ്റ് ചെയ്യാനൊരു ഫൈനറ്റ് ഓട്ടോമേറ്റ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? സോ ദാറ്റ് ഫൈനറ്റ് ഓട്ടോമേറ്റ ഈസ് ഹാവിങ് വാട്ട്? n number of states. Clear? So mod xy is less than or equal to what? n. mod xy എക്സിൻ്റെ വൈയുടെ ലെങ്ത്ത് കൂട്ടി നോക്കുമ്പോൾ അത് എന്നിനേക്കാളും എന്തായിരിക്കണം? ചെറുതായിരിക്കണം. കൂടിപ്പോയാൽ n വരെയാണ് വരാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ സ്റ്റെപ്പ് 3. ഓക്കെ, നൗ സീ സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ ആ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഈ സ്ട്രിങ്ങിനെ നമ്മൾ പമ്പ് ചെയ്യുവാണ്. പമ്പ് ചെയ്യാന്ന് ചിത്രം നിങ്ങൾ മനസ്സിലാക്കി മതി. അതുകൊണ്ടാണ് ഇതിനൊരു പമ്പിങ് ലെമ്മ എന്ന് പേരും വരുന്നത്. ഓക്കെ, initially we are dividing our string into 3 parts: x part, y part and z part. Among these 3 parts I am repeating one part. ഒരു പാർട്ടിനെ മാത്രം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പമ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ആ പമ്പിങ് എന്ന് പറയുന്നതിനാണ് നമ്മളിവിടെ ആ പേര് വെച്ചതിനെ പമ്പിങ് ലെമ്മ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കി, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന പാർട്ടിൻ്റെ മുകളിലായിരിക്കും ഈ ഐ ഇട്ടേക്കുന്നത്. ഓക്കെ, സോ വി നോ ദാറ്റ് ഡബ്ല്യു ഡാഷ് എന്ന് വെച്ചാൽ പുതിയ സ്ട്രിങ് ഞാനിനി ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡബ്ല്യു ഉണ്ട്. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ഡബ്ല്യു ഡാഷ് കിട്ടും. ഓക്കെ, ആൻഡ് ഐ വിൽ ചെക്ക് വെദർ ദിസ് ഡബ്ല്യു ഡാഷ് ബിലോങ്ങിങ് ടു ദിസ് ലാംഗ്വേജ്. അത് ആ ലാംഗ്വേജിലേക്ക് ബിലോങ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
ഈ പറയുന്ന പമ്പിംഗ് ലെമ്മയിൽ റെഗുലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് മനസ്സിലാവും, ഇത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഈ ഡബ്ല്യു ഡാഷ് ഒരിക്കലും ഏത് ലാംഗ്വേജിലേക്ക് ബിലോങ് ചെയ്യില്ല, ഈ ലാംഗ്വേജിലേക്ക് ബിലോങ് ചെയ്യില്ല. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഡബ്ല്യു ഡാഷ് ഇസ് ഈക്വൽ ടു വാട്ട്? എക്സ് വൈ റേസ് ടു ഐ ഇസഡ്. ഓക്കെ, എക്സ് പാർട്ട് നമ്മുടെ കയ്യിലുണ്ട്, വൈ പാർട്ട് കയ്യിലുണ്ട്, ഇസഡ് ഉണ്ട്. ഇതിൽ വൈ പാർട്ടിനെ മാത്രം ഐ ടൈംസ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എക്സ് വൈ റേസ് ടു ഐ ഇസഡ്. ഓക്കെ, എന്തായാലും അങ്ങനെ വയ്ക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാം ഇതെല്ലാം നമ്മളെല്ലാം ഈ ലെങ്ത്ത് വെച്ചുള്ള കളിയാണ് ഇതിൽ ഫുള്ള് ചെയ്യുന്നത്. ഓക്കെ, സോ ഡബ്ല്യു ഡാഷിന് എന്ത് ചെയ്യുക? മോഡ് ചെയ്യുക. മോഡ് ഡബ്ല്യു ഡാഷ് ഇസ് ഈക്വൽ ടു, ഐ എം മോഡിങ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓൾസോ, മോഡ് എക്സ് പ്ലസ് മോഡ് വൈ റേസ് ടു ഐ പ്ലസ് മോഡ് ഇസഡ്. എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡിലെ ലെങ്ത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? എക്സിൻ്റെ ലെങ്ത്ത് കിട്ടണം, പ്ലസ് അതിൻ്റെ കൂടെ വൈയുടെ മാത്രം എടുത്തിട്ട് കാര്യമില്ല, വൈ ഐ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ലെങ്ത്ത് വേണം. ദാറ്റ് ഇസ് വൈ റേസ് ടു ഐയുടെ ലെങ്ത്ത് വേണം, പ്ലസ് ഇസഡിൻ്റെ ലെങ്ത്ത് വേണം. ഓക്കെ, ഇനി നമുക്കറിയാം മോഡ് എക്സിന് അങ്ങനെ തന്നെ ഇട്ടു. വൈ റേസ് ടു ഐ ഇനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, ഐ ഇൻറ്റു വൈ. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ സൈഡിൽ എഴുതിയേക്കുന്നത്. ഇത് കണ്ടോ, എ റേസ് ടു 4 എന്നാന്ന് വിചാരിക്കാം. എ റേസ് ടു 4. എ റേസ് ടു 4ൻ്റെ മീനിങ് എന്താ? എ എന്ന് പറഞ്ഞ സെറ്റ് 4 പ്രാവശ്യം വരിക എന്നല്ലേ? എ ഒരു പ്രാവശ്യം, എ 2 പ്രാവശ്യം, എ 3 പ്രാവശ്യം, എ 4 പ്രാവശ്യം. അതാണ് ഈ എ റേസ് ടു 4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എ 4 പ്രാവശ്യം വന്ന് കഴിയുമ്പോൾ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 4നെ താഴോട്ട് ഇറക്കി എഴുതും അല്ലേ? 4 ഇൻറ്റു ഈ എയുടെ ഒരു സെറ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ പോരെ? ഒരു എ സെറ്റിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. സോ 4 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ എഴുതാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. എന്ത് ചെയ്യണം? പവറിൻ്റെ മുകളിൽ കിടക്കുന്നതിനെ താഴോട്ട് ഇറക്കി എഴുതുക, എന്നിട്ട് താഴെ കിടക്കുന്നതിൻ്റെ ലെങ്ത്ത് കാണുക. അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്തേക്കുന്നത്. നോക്കി, പവറിൻ്റെ മുകളിൽ കിടക്കുന്നതിൻ്റെ താഴോട്ട് എഴുതുക, 4നെ താഴോട്ട് ഇറക്കി എഴുതി അല്ലേ? എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കണ്ടു, ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 3. സോ 4 3. അപ്പോൾ ആ കാര്യമാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്തേക്കുന്നത്. മോഡ് വൈ റേസ് ടു ഐ പ്ലസ് മോഡ് ഇസഡ് അല്ലേ? അതിൽ ഈ ഐനെ ഞാൻ എന്ത് ചെയ്തു? താഴേക്ക് ഇറക്കി എഴുതി. ബാക്കി എന്താ ഉള്ളത്? മോഡ് വൈ. ഓക്കെ, പ്ലസ് മോഡ് ഇസഡ്. ക്ലിയർ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുമ്മാ നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്, പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല. സെക്കൻഡ്. ഇനി കണ്ടോ, ഇവിടെ ചെയ്യുന്ന കാര്യം എക്സ് മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പ്ലസ് I-1 മോഡ് വൈ പ്ലസ് ഇസഡ്. അവിടെ നമ്മൾ ചെറിയൊരു കാര്യം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇതിന് തൊട്ടുമ്പത്തെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ നിന്ന് എഴുതാം. ഇതിന് തൊട്ടുമ്പത്തെ സ്റ്റെപ്പ് ഇവിടെ തന്നെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. ദാറ്റ് ഇസ് മോഡ് എക്സ് പ്ലസ് ഐ സ്റ്റാർ മോഡ് വൈ പ്ലസ് മോഡ് ഇസഡ്. ഇങ്ങനെയായിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് അല്ലേ? ജസ്റ്റ് നമ്മൾ ഐനെ ഇറക്കി എഴുതി, ഇങ്ങനെയാണ് ഇത് ഉണ്ടായിരുന്നത്. ഇനി കണ്ടോ, ഈ ഐ സ്റ്റാർ മോഡ് വൈ, ഐ സ്റ്റാർ അല്ലെങ്കിൽ ഐ ഇൻറ്റു മോഡ് വൈ എന്നുള്ള സാധനത്തിന് സ്പ്ലിറ്റ് ചെയ്ത് ഇത്ര ആക്കി. മോഡ് വൈ പ്ലസ് I-1 മോഡ് വൈ, മോഡ് വൈ പ്ലസ് I-1 മോഡ് വൈ. ഇതെങ്ങനെ ചെയ്തെന്നറിയോ? അതിന് വേണ്ടി നമ്മൾ അതിന് തൊട്ട് മുമ്പ് കണ്ട എക്സാമ്പിൾ അങ്ങ് നോക്കിയാൽ മതി. സി, ഇവിടെ നമ്മൾ എ റേസ് ടു 4 എന്നല്ലേ നമ്മൾ ആദ്യം ഇട്ടത് അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ഫുള്ള് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? 4നെ താഴോട്ട് ഇറക്കി എഴുതി, എന്നിട്ട് മോഡ് എ അല്ലേ? മോഡ് എ എന്ന് വെച്ചാൽ 3, ലെങ്ത്ത് 3. അപ്പോൾ 4 × 3 12 നമുക്ക് കിട്ടി അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എയിലെ ഒരു സെറ്റിന് എനിക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കി വയ്ക്കാമല്ലോ. എ എന്ന് പറഞ്ഞാൽ എത്ര സെറ്റ് ഉണ്ട്? ഇപ്പോൾ 4 സെറ്റ് ഉണ്ട് അല്ലേ? എയുടെ 4 സെറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതിൽ നിന്ന് ഒരു സെറ്റിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവാണ്? എയുടെ ഒരു സെറ്റിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുവാണ്. എ. ഓക്കെ, അതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇൻറ്റു. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി എത്ര സെറ്റ് ഇവിടെ ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഐ എന്തായിരുന്നു? 4 ആയിരുന്നു ഇവിടെ കിടന്നിരുന്നത് അല്ലേ? ആ 4ൽ നിന്ന് ഒരു സെറ്റിനെ ഞാൻ മാറ്റി, ഒരു സെറ്റിനെ ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ എത്ര സെറ്റ് ഉണ്ട്? 3 അല്ലേ വരുള്ളൂ. 3യുടെ 3 സെറ്റല്ലേ ഉള്ളൂ. അപ്പോൾ I-1 ആയില്ലേ ഇവിടെ അല്ലേ? 4ന് പകരം 4 - 1 3 ആയി. 3 ഇൻറ്റു പിന്നെ ലെങ്ത് ഓഫ് എ അല്ലേ വരുള്ളൂ അല്ലേ? അപ്പോൾ 3 ഇൻറ്റു ലെങ്ത് ഓഫ് എ, 3 ഇൻറ്റു 3
അല്ലേ? ഒരു സെറ്റിനെ ഞാൻ മാറ്റി, പിന്നെ ബാക്കിയുള്ള എന്താ 3 എന്ന് വെച്ചാൽ 4 ആയിരുന്നു, അത് i-1 ആയി 3 ആയി ഇൻറ്റു ലെങ്ത് ഓഫ് റെസ്റ്റ് ഓഫ് ദ സെറ്റ് അല്ലേ? റെസ്റ്റ് ഓഫ് ദ സെറ്റ് എത്ര? ഇനി ഒരു സെറ്റിൻ്റെ ലെങ്ത് എത്രയാണ്? 3 ആണ് അല്ലേ? ഇനി ബാക്കി 3 തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ 3 × 3 അല്ലേ ഇനി ബാക്കി വരുള്ളൂ, കാരണം ഒരു സെറ്റിനെ സെപ്പറേറ്റ് ഇങ്ങോട്ട് എഴുതി വെച്ചത് കൊണ്ടാണ്. ക്ലിയർ? അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്പ്ലിറ്റിംഗ് ആണ് ഇത് ഇവിടെ ചെയ്തേക്കുന്നത്. വേറെ കാര്യമായിട്ട് ഒന്നും അവിടെ ഇല്ല. സി മോഡ് എക്സ് പ്ലസ് ഐ ഇൻറ്റു മോഡ് വൈ പ്ലസ് ഇസഡ് അങ്ങനെ ആയിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു? ഈ ഐ ഇൻറ്റു മോഡ് വൈനെ ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, ഐ ഇൻറ്റു മോഡ് വൈ ആയിരുന്നു, എന്ന് വെച്ചാൽ 4 × 3 ആയിരുന്നു. അതിൽ നിന്ന് ഒരു സെറ്റിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. എയുടെ ഒരു സെറ്റിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി, അതാണ് മോഡ് വൈ. പ്ലസ് ഇനി ബാക്കി എന്താ ഉള്ളത്? ഒരു സെറ്റിനെ ബാക്കി മാറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നെ 4 ൽ നിന്ന് 3 അല്ലേ ഉള്ളൂ, അതാണ് i-1. അപ്പം 3ൻ്റെ എന്താ ഇനി ഉള്ളത്? മോഡ് വൈ. 3 ഇൻറ്റു ഇനി എന്തുള്ളൂ? മോഡ് വൈ. മോഡ് വൈ മീൻസ് എ എന്ന് എഴുതിയാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ കിട്ടുന്നത്. ഓക്കെ, പ്ലസ് ഇസഡ് അങ്ങനെ തന്നെയുണ്ട്, അത് അങ്ങനെ തന്നെ ഇട്ടു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എക്സും വൈയും ഇസഡും കൂടെ ഒരുമിച്ച് വെച്ച്, ഒന്നുമില്ല, അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലേക്ക് കൊണ്ടുവരാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു കാണുമ്പോൾ കുറച്ചൊരു ഐഡിയ കിട്ടും. അതുകൊണ്ട് മോഡ് എക്സും മോഡ് വൈയും മോഡ് ഇസഡും ഒരുമിച്ച് അടുത്തടുത്ത് വെച്ചു. ബാക്കിയുള്ള എന്തൊക്കെയാണ്? i-1 വൈ ഇനെ സെപ്പറേറ്റ് ആക്കി. ഓക്കെ, ഇത് നോക്കുക, ഈ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പ്ലസ് മോഡ് ഇസഡ് ഒരുമിച്ച് എഴുതാൻ വേണമെങ്കിൽ നമുക്ക് ഒരൊറ്റ മോഡ് യൂസ് ചെയ്താൽ മതി. 3 പ്ലസ് അല്ലേ? സോ മോഡ് എക്സ് വൈ ഇസഡ് ഞാൻ ഒരുമിച്ച് എഴുതി, പ്ലസ് i-1 വൈനെ മാത്രം സെപ്പറേറ്റ് എഴുതി. ഇത് നോക്കിയേ, മോഡ് എക്സ് വൈ ഇസഡ് എന്താ? W അല്ലേ? കാരണം നമ്മൾ W വെച്ചിട്ട് നമ്മളിപ്പോൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ W' കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ W' കാണാൻ വേണ്ടി ഞാൻ W-നല്ലേ 3 ഡിവൈഡ് ചെയ്തത്. സോ എക്സ് വൈ ഇസഡ് 3 കൂടെ കൂടുന്നതിന് എനിക്ക് വേണമെങ്കിൽ W എന്ന് പേര് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിന് W, ഐ എം കോളിങ് ഇറ്റ് ആസ് W പ്ലസ് i-1 മോഡ് വൈ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ ഐക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനിയാണ് ഐക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ സപ്പോസിങ് ഐ എം ഗിവിങ് എ വാല്യൂ ലൈക്ക് 2. ഐക്ക് ഞാൻ 2 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ഐക്ക് ഞാൻ 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുകയാണ്. സോ W' ഇസ് ഈക്വൽ ടു മോഡ് W പ്ലസ് 2 മൈനസ് 1. അപ്പോൾ 1 വരും. ഐക്ക് 2 കൊടുക്കുമ്പോൾ 2 - 1 എന്ന് പറയുമ്പോൾ 1 വരും അല്ലേ? 1 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, മോഡ് വൈ എന്ന് തന്നെ ഇടുക. ഇസ് ഈക്വൽ ടു ദെൻ മോഡ് Wയുടെ ലെങ്ത് എന്താണെന്ന് നമുക്കറിയാം, n² ആണെന്ന് നമ്മൾ ആദ്യമേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ആദ്യം തിയറം പ്രോബ്ലം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഇനീഷ്യലി നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു Wയുടെ ലെങ്ത് എന്താണ്? W ഇസ് ഈക്വൽ ടു വാട്ട്? 1 സെക്കൻഡ്. W ഇസ് ഈക്വൽ ടു വാട്ട്? an² അല്ലേ? അപ്പോൾ മോഡ് W എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ? n². W an² ആണെങ്കിൽ Wയുടെ ലെങ്ത് എത്രയേ വരുള്ളൂ? ആ പവറിൽ കിടക്കുന്ന എന്താണോ അതായിരിക്കും Wയുടെ ലെങ്ത് എന്ന് പറയുന്നത്, n². ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ആ n² ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ നമ്മൾ ഇവിടെ മോഡ് W പ്ലസ് മോഡ് വൈ. ഇവിടെ മോഡ് Wയുടെ അവിടെ ഞാൻ എന്ത് കൊടുക്കും? n² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും പ്ലസ് മോഡ് വൈ. ഓക്കെ, നൗ ഇനി നമ്മൾ ഈ വൈക്കാണ് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാൻ പോകുന്നത്. വൈക്ക് എന്തൊക്കെയോ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്താലാണ് നമുക്കൊരു കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മളിതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നറിയോ? വി നീഡ് ടു പ്രൂവ് ഇറ്റ് ആസ് നോട്ട് റെഗുലർ. നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ W' എല്ലിലേക്ക് ബിലോങ് ചെയ്യരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? വൈക്ക് കുറച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ വൈ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ. നമുക്കൊരു കാര്യം അറിയാം, വൈനെ ഒരിക്കലും നള്ളാക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വൈ പാർട്ട് ഒരിക്കലും എപ്സിലോൺ ആക്കരുത്. സോ വൈ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ മീൻസ് വാട്ട്? മോഡ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആയിരിക്കുമല്ലോ അല്ലേ? വൈയുടെ പാർട്ട് നള്ളല്ലെങ്കിൽ പിന്നെ വൈ എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എന്തായാലും 1ലും ഗ്രേറ്റർ ആയിരിക്കില്ലേ? നള്ളാണെങ്കിൽ പിന്നെ അവിടെ ലെങ്ത് ഉണ്ടാവില്ലല്ലോ. പക്ഷേ നമുക്കറിയാം എപ്പോഴും വൈ പാർട്ട് നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണ്. സോ മോഡ് വൈ വിൽ ബി വാട്ട്? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. അത് നമുക്ക് അറിയാവുന്ന ഒരു കൺക്ലൂഷൻ. ഓക്കെ, ഇനി അടുത്തൊരു കൺക്ലൂഷൻ എന്നാൽ നമുക്കറിയാവുന്നത് മോഡ് XY ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു n എന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ തിയറം പ്രൂവ് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു വാട്ട്? വി ക്യാൻ ഡിവൈഡ് ദ W into 3 parts X, Y and Z where Y not equal to epsilon and mod XY should be less than or equal to what? n. എക്സിൻ്റെ വൈയുടെയും കൂടെ ലെങ്ത് നോക്കുമ്പോൾ n വരെയാണ് പോകാൻ പാടുള്ളൂ. n മീൻസ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് അവർ ഫൈനൈറ്റ് ഓട്ടോമേറ്റർ. ഓക്കെ, നൗ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും? ഇവിടെ ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുവാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഐ ആം ഗിവിങ് ദിസ് എക്സ് ആസ് എപ്സിലോൺ. വൈ അല്ലേ എപ്സിലോൺ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. എക്സിന് ഞാൻ എപ്സിലോൺ കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഹൗ ദ ഇക്വേഷൻ ചേഞ്ചസ്? മോഡ് വൈ എക്സിനെ ഞാൻ നള്ളാക്കി, എക്സ് പാർട്ട് അപ്പം ഇല്ല എന്നല്ല അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് വൈ ലെസ് ദാൻ ഈക്വൽ ടു n എന്ന് കിട്ടിയില്ലേ? കിട്ടി.
അപ്പോൾ നമുക്കിവിടെ വൈക്ക് 2 വാല്യൂ കിട്ടി അല്ലേ? വൈക്ക് 2 കൺക്ലൂഷൻസ് കിട്ടിയത് എന്തൊക്കെയാണ്? y ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് y ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇത്രയും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ നടത്തിയത്. ഓക്കെ, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ എക്സിനെ എപ്സിലോൺ ആക്കി സപ്പോസ് ചെയ്തതൊക്കെ. ഓക്കെ, സോ നൗ ഐ ഗോട്ട് ലൈക്ക് y ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് y ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് y-നെ ഇങ്ങനെ എഴുതാം അല്ലേ? മോഡ് y എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ y-യുടെ ലെങ്ത് എപ്പോഴും 1-ലും വലുതായിരിക്കും. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം y ഒരിക്കലും നള്ളാവില്ല. അപ്പോൾ അതുകൊണ്ട് y പാർട്ടിൻ്റെ ലെങ്ത് എപ്പോഴും 1-ലും വലുതായിരിക്കും. എന്നാൽ അത് കൂടിപ്പോയാൽ n വരെയാണ് പോവുള്ളൂ. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതെങ്ങനെ നമുക്ക് കിട്ടിയത്? ഈ പറയുന്ന എക്സിനെ എപ്സിലോൺ ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി y ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെയാണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ y-യുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 1-ഉം ആകാം n-ഉം ആകാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? വി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഓഫ് ദിസ് റേഞ്ച് ഓഫ് y ഓവർ ഹിയർ. ഈ y-ൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ y-യുടെ 2 റേഞ്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഓൾറെഡി n² ഉണ്ട് ഇല്ലേ? n² പ്ലസ് വാട്ട് ഇസ് ദ ഫസ്റ്റ് റേഞ്ച് ഓഫ് മോഡ് y? മോഡ് y-യുടെ ഫസ്റ്റ് റേഞ്ച് എന്താ? 1 അല്ലേ? അപ്പോൾ അതാണ് n² പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് w'. അപ്പോൾ നമ്മുടെ w' ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് കിടക്കുന്നത്. ഓക്കെ, സോ n² പ്ലസ് 1, കാരണം മോഡ് y-ക്ക് ഞാൻ ആദ്യം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ n² പ്ലസ് 1 എന്ന് കിട്ടി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു w', ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? n² പ്ലസ് y-ക്ക് അടുത്ത റേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അടുത്ത y-യുടെ റേഞ്ച് എന്താ? കൂടിപ്പോയാൽ എത്ര വരെ വരാമെന്നാണ് പറഞ്ഞത്? n വരെ പോവാം. സോ ആ മോഡ് y-യുടെ അവിടെ n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് y ലൈക്ക് n² പ്ലസ് n. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫോർമുല കിട്ടും. ഇറ്റ് മീൻസ് n² പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് w' n² പ്ലസ് n. എന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന w' ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണെന്നാണ് പറയുന്നത്. n² പ്ലസ് 1-ൻ്റെയും n² പ്ലസ് n-ൻ്റെയും ഇടയിലായിട്ട് വരും നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന w'. ഓക്കെ, സോ ടു അവോയ്ഡ് ദ ഇക്വാളിറ്റി കണ്ടീഷൻ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഗ്രേറ്റർ, ഇവിടെ w എന്ന് പറയുന്നത് n² പ്ലസ് 1-ലും വലുതാണ്. ഇവിടെ w' എന്ന് പറയുന്നത് n² പ്ലസ് 1-ലും വലുതാണ്. w' എന്ന് പറയുന്നത് n² പ്ലസ് n-ലും ചെറുതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വാളിറ്റി കണ്ടീഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറയുമോ? നമുക്ക് മാത്സിലുള്ളൊരു ലോ ആണ്. ഒരു ഇക്വാളിറ്റി കണ്ടീഷൻ കളയണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡിലും എന്തെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കണം റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യേണ്ട അങ്ങനെ നിർബന്ധമില്ല. എന്തെങ്കിലും ഒരു ഫാക്ടർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സബ്ട്രാക്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു ഫാക്ടർ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടുകൂടത്തെ ആഡ് ചെയ്യുമല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ആഡ് ചെയ്യും. ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ ലോജിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? അപ്പോൾ നമ്മുടെ ഈ ഫോർമുല ഒരു നല്ല രീതിയിലേക്ക് വരാൻ വേണ്ടി ഈ 1-നെ ഞാൻ കളയാൻ വേണ്ടി എന്ത് ചെയ്യും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഞാൻ 1-നെ സബ്ട്രാക്ട് ചെയ്യും, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ n+1 ആഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സബ്ട്രാക്ട് ചെയ്യുന്ന കാര്യം തന്നെയല്ല റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുന്നത്, ശ്രദ്ധിക്കണം. നമുക്ക് ഇഷ്ടമുള്ള 2 ടേമുകൾ. സോ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഐ എം സബ്ട്രാക്ടിങ് ദിസ് 1 ആൻഡ് ഫ്രം ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഐ എം ആഡിങ് എ ടേം ലൈക്ക് n+1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനൊരു ഫോമിലേക്ക് കിട്ടുന്നത്. വാട്ട് ഹാപ്പൻസ്? n² പ്ലസ് 1 ഉണ്ടായിരുന്നത് -1 വെച്ച് ചെയ്യുമ്പോൾ അത് പോയി. കാരണം ഇവിടെ നിന്ന് +1 ഉണ്ടായിരുന്നു, ഞാൻ 1 അവിടെ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ 1 അങ്ങ് പോയി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു? ഐ എം ആഡിങ് n+1. സോ n+1, n² പ്ലസ് n ഓൾറെഡി അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? n+1 ആഡ് ചെയ്ത് കൊടുത്തു, പ്ലസ് n+1. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇനി വേറെ റിസ്ക് ഒന്നുമില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലീവ് ആസ് സച്ച്. വാട്ട് അബൌട്ട് ദ റൈറ്റ് ഹാൻഡ് സൈഡ്? n² പ്ലസ് n പ്ലസ് n+1. ക്ലിയർ? സോ n² പ്ലസ് 2n പ്ലസ് 1, n² പ്ലസ് 2n പ്ലസ് 1 അല്ലേ? n² പ്ലസ് 2n പ്ലസ് 1ൻ്റെ ഫോമുല എന്താ? n+1 ഹോൾ സ്ക്വയർ. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, അവർ w' ഈസ് ഇൻ ബിറ്റ്വീൻ n² ആൻഡ് n+1 ഹോൾ സ്ക്വയർ. n²ൻ്റെയും n+1 ഹോൾ സ്ക്വയറിൻ്റെയും ഇടയിലാണ് എൻ്റെ പുതിയ w' കിടക്കുന്നതെന്നല്ലേ അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് വച്ചേക്കുന്നത് അല്ലേ? ഇനി ഒരു മാത്തമാറ്റിക്കൽ ലോജിക്ക് അനുസരിച്ച് n² എന്ന് പറയുന്നൊരു വാല്യൂ നിങ്ങൾ ഏതെങ്കിലും ഒരു വാല്യൂ സപ്പോസ് ചെയ്യുക, 3². ഓക്കെ, n² എന്ന് പറയുമ്പോൾ 3². n+1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ n 3 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ n+1 എന്ന് പറയുമ്പോൾ എന്താ? 4. ഓക്കെ, അപ്പോൾ 4². 3² 9 ആണ്, 4² 16 ആണ്. ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? 3² മീൻസ് 9, 4² മീൻസ് 16. 9-ൻ്റെ 16-ൻ്റെ ഇടയിൽ പിന്നെ വേറൊരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ? ഇല്ല അല്ലേ? 9-ൻ്റെ 16-ൻ്റെ ഇടയിൽ പിന്നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ w' ഏതിൻ്റെ ഇടയിലാണെന്നാണ് പറഞ്ഞത്? n²ൻ്റെയും n+1 ഹോൾ സ്ക്വയറിൻ്റെയും. അങ്ങനെയാണെങ്കിൽ ഈ w' ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? No, because in between two perfect square there is no other perfect square അല്ലേ?
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡബ്ല്യു ഡാഷ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ, പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലേ. സോ ഇറ്റ് മീൻസ് അവർ ഡബ്ല്യു ഡാഷ് ഇസ് നോട്ട് ബിലോങ്ങിങ് ടു ദിസ് എൽ. നമ്മുടെ ഈ എൽ എന്ന് പറയുന്നതിലേക്ക് ബിലോങ് ചെയ്തിരിക്കുന്നതല്ല നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പുതിയ ഡബ്ല്യു ഡാഷ്. ഡബ്ല്യു ഡാഷ് ഒരിക്കലും എ റേസ് ടു ഐ സ്ക്വയർ എന്ന് പറഞ്ഞ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഡബ്ല്യു ഡാഷ് ഇസ് നോട്ട് റെഗുലർ എന്നാണ് നമ്മളിത് ഈ പ്രോബ്ലം പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് പ്രോബ്ലം ആണ് നോക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എ റേസ് ടു ഐ സ്ക്വയർ എന്ന് പറഞ്ഞ പ്രോബ്ലം ആണ്. ഇനി നെക്സ്റ്റ് പമ്പിംഗ് ലെമ്മ വെച്ച് പ്രൂവ് ചെയ്യേണ്ട നെക്സ്റ്റ് പ്രോബ്ലം ആണ് അടുത്ത് നോക്കുന്നത്. ഓക്കെ.